ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഷിജി. എല്ലാവർക്കും SR ഹോബീസിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു 4 മണി പലഹാരത്തിൻ്റെ വീഡിയോ ആയിട്ടാണ്. സവോളയും അരിപ്പൊടിയും വെച്ചാണ് തയ്യാറാക്കുന്നത്. നമുക്കിതെങ്ങനെ തയ്യാറാക്കാൻ നോക്കിയാലോ? അതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തതിലും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അതിനുവേണ്ടി മീഡിയം സൈസ് 3 സവോള എടുത്തിട്ടുണ്ട്. അത് നൈസായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ബൗളിലോട്ട് നമ്മൾ നൈസായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന സവോള നമുക്ക് ചേർത്ത് കൊടുക്കാം. എത്രത്തോളം നൈസായിട്ട് അരിയാൻ പറ്റണോ അത്രത്തോളം നൈസായിട്ട് നമ്മൾ അരിഞ്ഞു കൊടുക്കും. ഇതിലോട്ട് ഒരു 3/4 ടീസ്പൂൺ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് കൈ വെച്ച് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിക്കാം. നമുക്ക് നന്നായിട്ട് തിരുമ്മി എടുത്തിട്ടുണ്ട്. നമുക്കൊരു 5 മിനിറ്റ് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇതുണ്ട്, ഇതിൻ്റെ നീരൊക്കെ ശരിക്കും ഇറങ്ങി വന്നിട്ടുണ്ട് സവോളയുടെ. കണ്ടോ? ഇനി ഇതിലോട്ട് 2 പച്ചമുളക് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. കുറച്ച് കായപ്പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി ചില്ലി നമുക്ക് ചേർത്ത് കൊടുക്കാം. അടുത്തായിട്ട് വേണ്ടത് അരിപ്പൊടിയാണ്. ഏകദേശം ഒരു 4 ടീസ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് വേണമെങ്കിൽ പിന്നെയും നമുക്ക് ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഉള്ളിയുടെ നീരൊക്കെ ശരിക്കും ഇറങ്ങി വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമാണെങ്കിൽ 1-2 സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 2 ടീസ്പൂൺ വെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഉള്ളിവടയുടെയൊക്കെ മോഡലാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഉള്ളിവട നമ്മൾ തയ്യാറാക്കുമ്പോൾ കടലമാവും അതുപോലെ മൈദപ്പൊടിയിലൊക്കെ അല്ലേ തയ്യാറാക്കണേ. ഇത് കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടാണ് അരിപ്പൊടി വെച്ചാണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് കുറച്ചും കൂടെ ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും. എണ്ണ ചൂടാക്കാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ തന്നെ തയ്യാറാക്കാം. നമുക്കൊരു ബോളാക്കി എടുക്കാം. അത് ഇപ്പോഴത്തെ കയ്യിൽ വെച്ച് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ചൂടായ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 2 എണ്ണമാണ് ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഞാൻ കുറച്ച് എണ്ണയിലാണ് തയ്യാറാക്കുന്നത്. ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് സവോളയൊക്കെ നന്നായിട്ട് മുരിഞ്ഞു കിട്ടും. ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കി കൊടുക്കണം. എന്നാലാണ് നന്നായിട്ട് മുരിഞ്ഞൊക്കെ കിട്ടുകയുള്ളൂ. രണ്ട് സൈഡും നല്ലൊരു ഗോൾഡൻ കളറാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇതുപോലെ എല്ലാം തയ്യാറാക്കിയെടുക്കാം. ഈ ഒരളവിൽ 8 ഞാൻ തയ്യാറാക്കിയത്. ഒരെണ്ണം മക്കളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു. ഇപ്പം നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുക. അന്നേരം ഇത് ഒരെണ്ണമൊക്കെ നമ്മുടെ ചായയുടെ കൂടെ ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അതുകൂടാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.